ഇതൊക്കെ നല്ല മഴയല്ലേ. ഇതുവരെ നമ്മൾ ഡ്രമ്മിലുള്ള പ്ലാന്റിന് മുഴുവൻ ചെയ്തിരുന്ന സ്ലറി രൂപത്തിലുള്ള വളപ്രയോഗം ഇനി വളം ഉണ്ടാക്കൽ എങ്ങനെയെന്നൊക്കെ നമ്മൾ പറഞ്ഞു നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ, നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം മഴയുടെ സമയമാണ് നമ്മൾ പൊടി രൂപത്തിലുള്ള ചാണകം ഇടുന്നത്. ഞാൻ പോലത്തെ പൊടി രൂപത്തിലുള്ള ചാണകമാണ് നമ്മൾ ഡ്രമ്മിലുള്ളതിന് മുഴുവൻ കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് പപ്പായ കൃഷി ചെയ്തിരുന്നു. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ചാണകപ്പൊടി എല്ലാം കൊടുക്കുന്നത്. നല്ല മഴയുള്ളപ്പോൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കോഴിക്കാശത്ത് കൊടുക്കണം. കണ്ടോ ഒരു ചാക്ക് കോഴിക്കാഷ്ടം. ഞാനിത് വാങ്ങിയത് 250 രൂപ വെച്ചാണ്ടാ കോഴിക്കാഷ്ടാണ് മുഴുവണ്ട. ഒരുപാട് സ്ഥലങ്ങൾ വേസ്റ്റായി കിടന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മൊത്തം മുറ്റത്തെന്ത് ചെയ്തു, മറ്റേ റെഡ് ലേഡി പപ്പായ, അതേപോലെ നാടൻ വെറൈറ്റി. കണ്ടോ ഇതാ, ഇത് നാടൻ വെറൈറ്റിയാണ്. നല്ല നീളം വെക്കണ നല്ല മധുരമുള്ള ഒരു പപ്പായയിൽപ്പെട്ട പപ്പായ, നാടൻ വെറൈറ്റിപ്പെട്ട ഒരു പപ്പായാണ് ഇത്. കണ്ടാ അതേപോലെ അതും നാടൻ വെറൈറ്റി ആണ്. ഇവിടെ കണ്ടില്ലേ, ഇത് അങ്ങനത്തെ നാടൻ വെറൈറ്റി വേറെ ഒരുപാട് വെച്ചിട്ടുണ്ട് ഞാൻ. റെഡ് ലേഡി പപ്പായനേക്കാളും ടേസ്റ്റ് കൊണ്ട് ഒരു പടി മുമ്പ് നിൽക്കല് നമ്മൾ നാടൻ വെറൈറ്റി തന്നെയാണ്. അതൊന്നും പറയാനില്ല നമുക്ക്. പക്ഷേ റെഡ് ലേഡി ഇഷ്ടം പോലെ കായ്ക്കും, കാരണം ചെറു പ്രായത്തിൽ തന്നെ കായ്ക്കും. ഈ പ്ലാന്റ് ആകുമ്പോൾ എന്താവും, കുറച്ച് ഹൈറ്റിൽ പോകത്തുള്ളൂ. ഇതുണ്ടല്ലോ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച പപ്പായൻ്റെ വേണ്ട പപ്പായ. ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണ്ടേ, ചാണകപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഒക്കെ നമ്മൾ ഇട്ട് എന്താണ് കോഴിക്കാസ്റ്റ് ഇട്ട് കൊടുക്കണ്ടല്ലേ, കല്ലേന്ന് കുറച്ച് മാറ്റിയിട്ട് കൊടുക്കുക. ഞാൻ 2-2.5 പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ 2-2.5 പിടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ഗ്രോ ബാഗിലാണ് അല്ലേ. ഇതും റെഡ് ലേഡിയാണ്. ഇത് ഉണ്ടോ, ഇത് റെഡ് ലേഡി ഇല്ല, ഇത് വേറൊരു വെറൈറ്റിയാണ്. ബംഗളൂരു അങ്ങനത്തോട് പറഞ്ഞു, പക്ഷെ കറക്റ്റ് എനിക്ക് അറിയില്ല. ഇതുമൂലം കായ പിടിച്ചിട്ടുണ്ട്. ചെറിയ പ്രായത്തിന് കായ പിടിക്കൊണ്ടില്ല, ഇഷ്ടം പോലെ കായകൾ. അപ്പോൾ ചെയ്യേണ്ടത് വെച്ചാലോ, മഴക്കാലത്ത് കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കുക. കോഴിക്കാഷ്ടം ബെസ്റ്റാണ്. അപ്പോൾ കല്ലേൽ ഇട്ട് കൊടുക്കണ്ട. ഞാൻ അത് മൊത്തം നിലത്തിങ്ങനെ വിതറിയില്ല, പിന്നെ മരട്ടിട്ട് കൊടുക്കരുത്. പിന്നെ കല്ലേൽ കുറച്ച് വിട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ വെച്ചത് നേരത്തെ പറഞ്ഞു, റെഡ് ലേഡിയും നാടൻ വെറൈറ്റിയാണ് വെച്ചത്. 2 വെച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ലത് എന്താ നമുക്ക് ഇതിലേക്ക്, റെഡ് ലേഡിനെക്കാട്ടിലും ഒരു പടി നിൽക്കുന്നത് നാടനായിരിക്കും. പക്ഷേ പെട്ടെന്ന് കായ്ക്കൂല. കായ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു പപ്പായം കൂടിയാണ് നാടൻ വെറൈറ്റി. നേരെ കുറച്ച് റെഡ് ലേഡി മോശം നല്ലട്ടോ പറഞ്ഞത്. റെഡ് ലേഡിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ഒരു കട്ടിപ്പുണ്ടാവും കഴിക്കുമ്പോൾ. ഡ്രമ്മിൽ വായ നട്ടിരുന്നു. ഇതിൻ്റെ 2 വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു, എങ്ങനെ നടാൻ ഷോർട്ടും ഫുള്ളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോസ്. അതിന് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് കോഴിക്കാസ്റ്റടാ കണ്ടാ. നമ്മൾ ഡ്രമ്മിൽ നട്ട പല തൈകളുണ്ട്. ഇതൊക്കെ നമ്മൾ പൊടി രൂപത്തിലുള്ള ചാണകം കൊടുക്കുകയാണ് കണ്ടാ. ഇത് മാവ്, പേര, ഒരുപാട് ഐറ്റംസുകളുണ്ട്. അതിനൊക്കെ നമ്മൾ ചാണകപ്പൊടി കൊടുക്കണം. ഡ്രമ്മിൽ സെറ്റ് ചെയ്ത കറിവേപ്പിലേക്ക് ഒക്കെ 2.5 കൈ ഇട്ട് കൊടുക്കണം. അല്ലേ, 2.5 കൈ ഇട്ടാൽ മൊത്തം. കല്ല് ഒഴിവാക്കിയിട്ട് മരട് ഒഴിവാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളേ റംബൂട്ടാനാണ്. ഇപ്പോഴത്തെ ഏറ്റവും നല്ല ക്വാണ്ടിറ്റി ഉള്ള റംബൂട്ടാൻ്റെ ഡ്രമ്മിൽ വെച്ച് സെറ്റാക്കി അല്ലേ, അടിപൊളി പ്ലാന്റ്. അതിന് നമ്മൾ ചാണകപ്പൊടി ഇട്ടപ്പെട്ട് കൊടുക്കുന്നത്. കളകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കളകളൊക്കെ ഉണ്ടാവും ഇതിലുണ്ടാ, ഒക്കെ പറിച്ച് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ചാണകപ്പൊടി ഇടുക. ഇത് നമ്മളെ മല്ലികൻ്റെ പ്ലാന്റ് കേട്ടോ. മല്ലികൻ്റെ ഒരു മാത്തേൻ്റെ പ്ലാന്റ് കേട്ടോ. മല്ലിക നല്ല വെയിലുള്ള സ്ഥലങ്ങളിലെ കായ്ക്കുള്ളൂ, അല്ലാത്ത സ്ഥലങ്ങളിൽ മല്ലിക പിടിക്കൂല. ഈ മല്ലികൻ്റെ പ്ലാന്റ് മിനിമം 5 വർഷമെങ്കിലും പിടിക്കും കായ്ക്കണമെങ്കിൽ. നല്ല ടോപ്പ് വെയിലുള്ള സ്ഥലമായിരിക്കണം. എൻ്റെ ഈ വീടിൻ്റെ ഭാഗത്ത് നല്ല വെയിലാണ്. ഇതുകൊണ്ട് നേരെ കുറച്ച് കാട്ടിമൂണാണ്. ഇതാണ് കൊണ്ടുവച്ചാൽ തന്നെ കായ്ക്കും. കൊണ്ടല്ലേ കാട്ടിമൂണ്, അതൊന്നും മല്ലികൻ്റെ കായ്ക്കില്ല, പെട്ടെന്ന് കായ്ക്കും. പക്ഷേ മല്ലിക കായ്ച്ച് കിട്ടിയ സൂപ്പർ മാംഗോ ആണ്, ടേസ്റ്റിയായ നല്ല ബെസ്റ്റ് മാംഗോ ആണ്. ഇതിലൊക്കെ നമ്മുടെ ചാണകപ്പൊടിയാണ് കേട്ടോ. ഡ്രമ്മിലുള്ള മുഴുവൻ പ്ലാന്റും, ഡ്രമ്മിൽ ഗ്രോ ബാഗിലുള്ള മുഴുവൻ പ്ലാന്റും ചാണകപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് മഴക്കാലത്ത് കേട്ടോ. അതേപോലെ ഈ മല്ലികൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ, 3 ശിഖരങ്ങളാണ് നിൽക്കണേ. 3 ചെറുതായിട്ട് നമ്മളിതാ ഇവിടെ കട്ട് ചെയ്താ ഈ ഭാഗത്ത്. അപ്പോൾ ഇത് 3 ശിഖരങ്ങളായിട്ട് ഷോറായിട്ട് വളരുന്നുണ്ട്. ഇത് നമ്മളെ നാട്ടുമാവായ ഉളറില്ലേ, അതിൻ്റെ പ്ലാന്റാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇതുപോലെ കായ ഉണ്ടായിരുന്ന പ്ലാന്റാണ് കേട്ടോ, ഉളറിൻ്റെ വലിയ പ്ലാന്റ്. ഇത് നമ്മളെ ഒരു കാലാപ്പാടിയാണ്, വലിയ പ്ലാന്റ് ആട്ടോ. ഈ പ്ലാന്റ് നമ്മൾ ആരെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട്. നല്ല റേറ്റ് വരും കേട്ടോ. അത് നമ്മൾ നട്ട് സെറ്റാക്കി വളർത്തി കൊണ്ടുവന്ന നാച്ചുറൽ വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം കോസ്റ്റ് വരുമ്പോൾ ഒരു 6 റുപ്യ ലെവലൊക്കെ ഇതിന് വരും കേട്ടോ. കാരണം ഇഷ്ടം പോലെ പ്ലാന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം കുറേ ആയാലും നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഇതിനാർക്കും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു 6 റുപ്യ ഉണ്ടായി നമ്മൾ കൊടുക്കും. നല്ല റേറ്റ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം അങ്ങനെ വളർത്തി കൊണ്ടുവന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ ആ റേറ്റ് പറഞ്ഞു കേട്ടോ. പേര, ഈ പേരൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. വലിയ കായ ഉണ്ടാകുന്ന പേരല്ലേ, അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പം ഒരു 8-9 വെറൈറ്റി എൻ്റെ വീട്ടിലുണ്ട്. എനിക്ക് കഴിക്കാനുള്ള പേര ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളെ മഴക്കാലത്ത് ഞാൻ ചെയ്യുന്നത് ഡ്രമ്മിലുള്ളതിന് ചാണകപ്പൊടിയും, നിലത്തുള്ള പപ്പായ വായൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ ചെയ്യുന്നത് അതേപോലത്തെ കോഴിക്കാഷ്ടം കാട്ടി കൊടുക്കണം കേട്ടോ. നല്ല നല്ല വളപ്രയോഗം സ്ലറി രൂപത്തിലായിട്ടും ചാണകപ്പൊടിയൊക്കെ കൊടുത്താൽ അതുപോലത്തെ നല്ല നല്ല മാങ്ങ ആയിട്ടും പപ്പായ ആയിട്ടും ചക്ക ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടും വീട്ടിൽ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരും. അതുവരെ താങ്ക് യു.